ഇന്നലെയാണ് തിരുവല്ലയിലെ സ്പാ ജീവനക്കാരിയെ ബലാത്സംഗം ചെയ്തുവെന്ന പരാതി പുറത്തുവരികയും തുടർന്ന് CCTV ദൃശ്യങ്ങളടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തുവരികയും ചെയ്തത്. കാപ്പ കേസ് പ്രതി അടക്കം 6 പേർ ചേർന്ന ഒരു സംഘമാണ് തിരുവല്ലയിലെ സ്പായിൽ എത്തുകയും ഇത്തരം സംഭവത്തിന് നേതൃത്വം നൽകുകയും ചെയ്തത് എന്ന വാർത്ത ഇന്നലെ പുറത്തു വന്നിരുന്നു. തിരുവല്ല ഇപ്പോൾ പുറത്തുവരുന്ന മറ്റൊരു കാര്യം, പോലീസും ഈ ഗുണ്ടകളും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് എന്ന സ്പാ ഉടമയുടെ ആരോപണമാണ്. അതുമാത്രമല്ല, ഇതിന് മുന്നിൽ കൊട്ടേഷനാണ്, ഈ സംഭവത്തിന് മുന്നിൽ കൊട്ടേഷനാണ് എന്ന ആരോപണം സ്പാ ഉടമ ഉന്നയിക്കുന്നുണ്ട്. ഗുണ്ടാപ്പിരിവ് വിരോധം പോലീസിൻ്റെ കഥയാണെന്നും, അതായത് ഇന്നലെ പറഞ്ഞിരുന്നത് ഗുണ്ടാപ്പിരിവ് നൽകാത്തതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഈ ഗുണ്ടകൾ എത്തി ആക്രമണം കാണിച്ചതെന്നും ഈ യുവതികളോട് അടക്കം അപമര്യാദയായി പെരുമാറിയത് എന്നുമാണ്. പക്ഷേ ഇപ്പോൾ ആ കഥകളൊക്കെ വെറും ആരോപണം മാത്രമാണ്. ഇത് പോലീസ് കെട്ടിച്ചമച്ച കഥയാണ് എന്നാണ് സ്പാ ഉടമ പറയുന്നത്. പോലീസിനും ഇതുമായി ബന്ധപ്പെട്ട ആഭ്യന്തര അന്വേഷണമുണ്ട്. കാരണം ഈ ഉദ്യോഗസ്ഥർക്ക് ഗുണ്ടകളുമായി കൂട്ടുകെട്ടുണ്ട് എന്ന ആരോപണം ഉയർന്ന സാഹചര്യമുണ്ട്. ഒപ്പം മറ്റൊന്ന് പറയുന്നത്, ഈ സ്പായിൽ മറ്റും ഈ പോലീസിൻ്റെ സ്ഥിരമായ സന്ദർശനം ഉണ്ടായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരുടെ എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവെക്കും. ശശി, ഇതിപ്പോൾ ആരോപണങ്ങൾ ഏതാണ്ട് തിരിയുന്ന മട്ടാണ്. സ്പാ ഉടമ പറയുന്നതനുസരിച്ച് പോലീസിന്റെ കെട്ടുകഥയാണ്, അല്ലേ? രഞ്ജിത്തെ, അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രധാനമായും ഉടമ വ്യക്തമാക്കുന്നത് ഈ സ്ഥാപനത്തിൽ ഒരു കൊട്ടേഷൻ നടന്നു. അതായത് മറ്റൊരു സ്ഥാപനം നടത്തിയ കൊട്ടേഷന്റെ പേരിലാണ് ഈ ഗുണ്ടകൾ ഈ സ്ഥാപനത്തിൽ വന്ന് ഇത്തരത്തിൽ ആക്രമിക്കാനും ഈ ബലാത്സംഗം നടത്താനുള്ള കാര്യമെന്ന നിലയ്ക്കാണ് ഈ സ്ഥാപനത്തിന്റെ ഉടമ വ്യക്തമാക്കുന്നത്. അത്തരത്തിലാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഈ സ്ഥാപനം തകർക്കാൻ വേണ്ടി ചില ആളുകൾ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് മറ്റൊരു സ്ഥാപനം കൊട്ടേഷൻ നൽകി എന്നാണ് പറയുന്നത്. ആ കൊട്ടേഷൻ നൽകിയതിന്റെ ഭാഗമായിട്ടാണ് ഈ 1-ാം തീയതി ഈ ഗുണ്ടകൾ, ഈ മരണസുഖിനടക്കമുള്ള ആളുകൾ 7 പേരടങ്ങുന്ന സംഘം ഈ സ്പായിലെ സെന്ററിൽ എത്തിയതിനു ശേഷം ഈ പിരിവ് ആവശ്യപ്പെട്ടു എന്നുള്ളതൊക്കെ പറയുന്നത് പോലീസ് കെട്ടിച്ചമച്ചാണ്. ഈ ഗുണ്ടകളുമായി പോലീസിന് ചില അവിശുദ്ധ കൂട്ടുകെട്ടുകളുണ്ട്. ആ കൂട്ടുകെട്ടുകളുടെ ഭാഗമായിട്ടാണ്, അത് തിരിക്കാൻ വേണ്ടിയാണുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷേ പോലീസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട്, ഇത്തരത്തിലൊരു കാര്യങ്ങൾ നടന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു അന്വേഷണം, ആഭ്യന്തര അന്വേഷണം കൂടി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ തിരുവല്ലയിൽ പ്രവർത്തിക്കുന്ന സ്പായിൽ പല കേന്ദ്രങ്ങളുണ്ട്. സ്പാ കേന്ദ്രങ്ങൾ പലതുണ്ട്. പലതിനും ലൈസൻസ് ഇല്ലാത്ത സാഹചര്യമുണ്ട്. അത്ര ലൈസൻസ് ഇല്ലാത്ത സ്പാ നടത്തുന്നവർ പോലീസിന് ചില മാസപ്പടി രീതിയിൽ നൽകുന്നുണ്ടെന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നു. അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ സ്ഥാപനം, താൻ നടത്തുന്ന സ്ഥാപനം എല്ലാ കാര്യങ്ങളും കൊണ്ട് നന്നായി നടത്തുന്ന സ്ഥാപനമാണ്. അതിന്റെ വളർച്ച, അതിനെ തകർക്കുക എന്നൊരു ലക്ഷ്യം മറ്റൊരു സ്ഥാപനത്തിലുണ്ടായിരുന്നു. അവർ നൽകിയ കൊട്ടേഷന്റെ ഭാഗമായിട്ടാണ് ഈ പ്രതികൾ, ഈ മരണസുബിനും അതുപോലെ തന്നെ ബെർലിൻ ദാസ് എന്ന് പറയുന്ന പ്രതികൾ അടക്കമുള്ള, പ്രധാനപ്പെട്ട പ്രതികൾ അടക്കമുള്ള 7 പേരാണ് ഈ 1-ാം തീയതി അവിടെ എത്തുകയും പിന്നീട് സ്ഥാപനത്തിൽ കയറി ഇത്തരത്തിൽ ഈ ജീവനക്കാരിയെ ബലാത്സംഗം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അതെല്ലാം ഇതിന്റെ പിന്നിലാണെന്നാണ് ഈ സ്ഥാപന ഉടമ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ ഈ കേസ് മാറുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യ ഘട്ടത്തിൽ പിരിവ് നൽകാത്തതിന്റെ പേരിലാണ് ഇത്തരത്തിൽ ഈ സ്ഥാപനത്തിൽ ഒരു ആക്രമണം ഉണ്ടായത് എന്നുള്ള രീതിയിലാണ് പുറത്തു വന്നത്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ഉടമ ഇക്കാര്യം നിഷേധിക്കുകയാണ്. നേരെ മറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മറ്റൊരു സ്ഥാപനം നൽകിയ കൊട്ടേഷന്റെ ഭാഗമായിട്ടാണ് ഗുണ്ടകൾ എത്തിയത്. ആ ഗുണ്ടകൾക്ക് പോലീസിന്റെ ചില ഒത്താശകൾ ഉണ്ടായിരുന്നു. ഗുണ്ടകളും പോലീസും തമ്മിൽ ചില അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് സൂചന നൽകുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അത്തരത്തിൽ തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. നിലവിലത്തെ ഈ 50,000 രൂപ ആവശ്യപ്പെട്ടു, അത് പല പ്രാവശ്യം അവിടെ എത്തി. അതിന് ശേഷം പണം നൽകാത്തതിന്റെ പേരിലാണോ 1-ാം തീയതി എത്തുകയും പിന്നീട് ഈ ആക്രമണത്തെയും ബലാത്സംഗം ചെയ്യുന്ന കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. ആ തരത്തിലാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ സ്ഥാപന ഉടമ വ്യക്തമാക്കുന്നത് മറ്റൊരു സ്ഥാപനം നൽകിയ കൊട്ടേഷന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു ആക്രമണം നടത്തിയതാണ് വ്യക്തമാകുന്നത്. രഞ്ജിത്തെ, അതായത് ഈ നഗര ഹൃദയത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്പാ, അവിടെ പോലീസ് സ്ഥിരമായി, പോലീസ് ഉദ്യോഗസ്ഥരടക്കം സ്ഥിരമായി എത്താറുണ്ടായിരുന്നു എന്നുള്ള ആരോപണമുണ്ട്. ഈ ഗുണ്ടകളുമായി പോലീസിന് അവിശുദ്ധ ബന്ധങ്ങളുണ്ട് എന്നുള്ള ആരോപണമുണ്ട്. ഇതിനൊന്നും ഈ ഉടമയുടെ ആരോപണത്തിനപ്പുറം തെളിവുകളില്ല. എങ്കിൽ പോലും ഇത്ര 2-3 ആഴ്ച മുമ്പ് നടന്ന ഒരു സംഭവം, അത് പിന്നീട് പുറത്തു വരുന്നത് CCTV ദൃശ്യങ്ങൾ രഹസ്യവിവരത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യാൻ ചെല്ലുമ്പോൾ, ഈ കാപ്പ കേസ് പ്രതി അടക്കം അറസ്റ്റ് ചെയ്യാൻ ചെല്ലുമ്പോൾ നായകളെ അഴിച്ചുവിട്ട് പോലീസിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. അത്രത്തോളം ഗുണ്ടകൾ വിൽസുന്ന ഒരു സ്ഥലമായി തിരുവല്ല മാറുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇവരെയൊക്കെ വളർത്തുന്നതും വേണ്ട സഹായം ചെയ്യുന്നതും പിന്തുണയ്ക്കുന്നതുമൊക്കെ പോലീസ് ഉദ്യോഗസ്ഥരാണ് എന്നുള്ള ആക്ഷേപത്തിൽ കഴമ്പുണ്ടാവേണ്ടതാണല്ലോ. രഞ്ജിത്ത്, തീർച്ചയായും രഞ്ജിത്ത് സൂചിപ്പിച്ച ശരിയായ കാര്യം തന്നെയാണ്. കാരണം 11ഓളം കേസുകളിലെ കാപ്പ കേസിലെ പ്രതിയാണ് മരണസുബിൻ എന്ന് വിളിക്കുന്ന സുബിൻ അലക്സാണ്ടർ. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്യാൻ, വീട്ടിൽ പിടികൂടാൻ ചെല്ലുന്ന സമയത്താണ് ഈ നായ അഴിച്ചുവിട്ട ഒരു ആക്രമണ രീതി ഇയാൾ ചെയ്തത്.
അത് തീർച്ചയായും പോലീസ് അതിനെല്ലാം ശേഷമാണ് ഈ രണ്ടുപേർക്ക് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ നായയുടെ കടിയേൽക്കുകയും ചെയ്തു. എന്തായാലും ഇത് സുബിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ പോലീസുകാരും ഈ ഗുണ്ടകളും തമ്മിൽ ചില ബന്ധമുണ്ടെന്നുള്ള ആരോപണം നിലനിൽക്കുന്നു. കാരണം പോലീസുകാർ ഈ സ്പായിൽ നിത്യ സന്ദർശകരാണെന്ന് പറയുന്നു. അങ്ങനെ ഒരു ആരോപണമുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അവിടെ തിരുവല്ലയിൽ പ്രവർത്തിക്കുന്ന ചില സ്പായ്ക്ക് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നുള്ള കാര്യം കൂടി ഉണ്ട്. അതെല്ലാം ഈ പോലീസിന്റെ ധാരണപ്രകാരം മാസപ്പടി എന്ന രീതിക്ക് പണം നൽകി അത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണുള്ളതെന്നാണ് ഒരു ആരോപണം മറ്റുള്ളത്. എന്തായാലും ഇതെല്ലാം നിലനിൽക്കുകയാണ് ഇപ്പോൾ ഈ തിരുവല്ലയിലെ ആക്രമണം എന്ന ഈ ബലാത്സംഗം നടത്തിയെന്ന് പറയുന്ന ജീവനക്കാരിയെ ബലാത്സംഗം നടത്തിയെന്ന് പറയുന്ന സ്പായിലെ അവിടെ ഇത്തരത്തിൽ ഈ സ്ഥാപനത്തിന്റെ വളർച്ചയും അതിന്റെ ഇതും ഒക്കെ തടസ്സപ്പെടുന്ന രീതിയിൽ അതിന് കൊട്ടേഷൻ കൊടുത്തുകൊണ്ട് അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി അതിന്റെ പ്രവർത്തനം ഇല്ലാതാക്കാൻ വേണ്ടി മറ്റൊരു സ്ഥാപനം കൊട്ടേഷൻ കൊടുത്തു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇതിന്റെ ഉടമ വ്യക്തമാക്കുന്നത്. പോലീസിനും ഈ ഗുണ്ടകളും ഈ ആക്രമണത്തിലെത്തിയ ഗുണ്ടകളും തമ്മിൽ ചില ബന്ധങ്ങളുണ്ട്, ആവശ്യത്തെ കൂട്ടുകളുണ്ട്. അത് പോലീസിന്റെ ഇടപെടലാണ് അതിന്റെ കാരണമെന്നാണ് വ്യക്തമാക്കുന്നത്. അത് ഒരുപക്ഷെ ശരിയായിരിക്കാനും സാധ്യതയുണ്ട്. കാരണം 1-ാം തീയതിയാണ് ഈ സംഭവം. 1-ാം തീയതി ഉച്ചയ്ക്ക് 3 മണിക്കാണ് ഇത്തരത്തിൽ അവിടെ ഒരു ആക്രമണം നടത്തുന്നത്. ഈ പ്രതികൾ വന്നതിന് ശേഷം ഈ CCTV ദൃശ്യങ്ങളൊക്കെ കറണ്ട് വൈദ്യുതി വിച്ഛേദിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലൊരു ആക്രമണം നടന്നത്. പക്ഷേ അവിടെ ബാറ്ററി സംവിധാനം ഉള്ളതുകൊണ്ട് UPS നിന്നാണ് ഈ CCTV ഫുട്ടേജൊക്കെ നമുക്ക് ഈ ലഭിക്കുന്നത്. എന്തായാലും അതുകൊണ്ടാണിത് ഈ ആക്രമണം നമുക്ക് പുറത്തറിയാൻ കഴിഞ്ഞത്. പിന്നീട് ഈ പ്രതികൾ ഭീഷണിപ്പെടുത്തി പോവുകയും ചെയ്തു. പക്ഷേ കേസെടുക്കുന്നത് 2-ാം തീയതിയാണ്. ഈ സംഭവം പോലീസിന് അറിഞ്ഞിട്ട് കൊണ്ട് കേസെടുക്കാൻ വൈകിപ്പിച്ചു എന്നുള്ള കാര്യം കൂടി ഗുരുതര വീഴ്ചയായി കണക്കാക്കുന്നു. അതുകൊണ്ടാണ് ഈ പ്രതികളും പോലീസും തമ്മിൽ ചില ബന്ധങ്ങളുണ്ടെന്ന് പറയുന്നത്. അതിലുപരിയായി രാഷ്ട്രീയ കക്ഷികളും ചില രാഷ്ട്രീയ പാർട്ടി അവിടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും ഈ പ്രതികൾക്ക് അനുകൂലമായി നിൽക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു. കാരണം രാവിലെ ഈ പ്രതികളെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ തന്നെ പ്രതികളെ ഇറക്കുന്നതിന് വേണ്ടി ഒരു ശ്രമം ചില നേതാക്കൾ അവിടെ നടത്തി എന്നുള്ള കാര്യം കൂടി പുറത്തു വരുന്നു. അത്തരത്തിൽ രാഷ്ട്രീയക്കാരും പോലീസും തമ്മിലൊക്കെ ഒരു ആവശ്യത്തെ കൂട്ടുകെട്ട് ഗുണ്ടകൾക്കുണ്ട് എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ 11 കേസിലെ പ്രതിയായ ഇതിന് ഈ ഇത്തരം ഒരു സംഭവം നടക്കാൻ കാരണക്കാരനായ ഈ ആക്രമണത്തിന് പിന്നിലുള്ള ഈ മരണസുബിൻ അടക്കമുള്ള പ്രതികൾക്ക് ഒരു പിന്തുണ നൽകുന്ന തരത്തിലേക്ക് പോലീസ് മാറി എന്നുള്ള കാര്യം ഒരു ആരോപണമുണ്ട്. അതുകൊണ്ടാണ് വകുപ്പ് തല അന്വേഷണം, പോലീസിന്റെ ആഭ്യന്തര അന്വേഷണം ഇത്തരത്തിൽ ഇപ്പൊ മുന്നോട്ട് വന്നിട്ടുള്ളത്. അത് തുടങ്ങിയിട്ടുമുണ്ട്. അതനുസരിച്ചായിരിക്കും അതിന്റെ വിവരങ്ങൾ ലഭിച്ചതിന് ശേഷമായിരിക്കും എന്ത് നടപടിയായിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഏതായാലും ആരോപണം ഈ ഉടമ പറയുന്നു. നിലവിലത്തെ സാഹചര്യത്തിൽ മറ്റൊരു സ്ഥാപനം ഈ സ്ഥാപനത്തെ ഇല്ലാതാക്കാൻ വേണ്ടി കൊടുത്ത കൊട്ടേഷൻ എന്ന നിലയ്ക്കാണ് സ്ഥാപനത്തിന്റെ ഉടമ വ്യക്തമാക്കുന്നത്. രഞ്ജിത്തെ, അതാണ് സാഹചര്യം. ഏതായാലും ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. ആഭ്യന്തരമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോഴും ഈ സ്പാ ഉടമയുടെ ആരോപണം അത് ഗൗരവതരമാണ്. അവിടെ ഇത്തരത്തിൽ ഗുണ്ടകളും പോലീസും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്നാണ് സ്പാ ഉടമ ആരോപിക്കുന്നത്. തിരുവല്ലയിൽ പോലീസിന് മാസപ്പടിയുണ്ട് എന്ന ആരോപണവും ഇത്തരത്തിൽ ഉയരുന്ന പശ്ചാത്തലമുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.